ഹലോ ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവികയും അരുന്ധതിയും തമ്മിലുള്ള തർക്കത്തെപ്പറ്റിയാണ് കാണിക്കുന്നത്. ദേവിക പറയാണ്, നമ്മുടെ മതചാരപ്രകാരം എന്തായാലും മരിച്ച ആൾക്ക് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. അസ്ഥി ഒഴുക്കണം, ബലി നൽകണം, അതുപോലുള്ള പല കാര്യങ്ങളും. അതുകൊണ്ട് മേഡം എത്രയും പെട്ടെന്ന് അതിനെയൊക്കെ തയ്യാറാക്കണം. ഇത് കേട്ട അരുന്ധതി പറയാണ്, ഒന്ന് നിർത്ത് ദേവിക, എൻ്റെ മകൻ ഋഷി മരിച്ചിട്ടില്ല. ദേവിക, എന്താ മേഡം എന്താ പറഞ്ഞേ? മേഡത്തിൻ്റെ മകൻ ഋഷി മരിച്ചിട്ടില്ലായിരുന്നോ? അപ്പോൾ പിന്നെ നന്ദനെ പോലീസ് എന്തിനാ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുന്നത്? ഋഷി മരിച്ചതിൻ്റെ കേസിലല്ലേ? അരുന്ധതി, അത് പിന്നെ ദേവിക, ഋഷി മരിച്ചിട്ടില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ നാടകത്തിനൊക്കെ തന്നെ എനിക്ക് കൂട്ടു നിൽക്കേണ്ടി വന്നു. ഇത് കേട്ട് ദേവിക പറയാണ്, എല്ലാം എനിക്കറിയാം മേഡം ഇനി ആദ്യം മുതൽ വിവരിക്കേണ്ടതില്ല. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ എസ്തപ്പൻ ചേട്ടനുമായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആ നിൽക്കുന്ന ആളെ കണ്ടിട്ട് നിസ്സാരക്കാരനാണെന്ന് കരുതണ്ട. 4-5 കൊലപാതകം ചെയ്ത് ജയിലിനകത്തായിരുന്നു. ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിനെയും കൂട്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് പലതും പറയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് മേഡം പറയാതെ തന്നെ പല കാര്യങ്ങളും എനിക്കറിയാം. ഋഷി മരിച്ചിട്ടില്ല എന്നും പിടിക്കപ്പെടും എന്നുള്ള ഒരവസ്ഥ എത്തിയപ്പോൾ അവരെ മേഡം ഇവിടെ നിന്നും കടത്താൻ ശ്രമിച്ചതും എല്ലാം അറിയാം. ഇത് കേട്ട് അരുന്ധതി പറയാണ്, ദേവിക, അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. എന്നാലും മേഡത്തിൻ്റെ മനസ്സ് ഇത്രയും ക്രൂരത നിറഞ്ഞ ഒരു മനസ്സാണെന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു എന്ന് ദേവിക പറയുന്നു. ഇത് കേട്ട് അരുന്ധതി പറയാണ്, എന്ത് സാഹചര്യം? ദേവിക, എന്തായാലും ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേ ഗണത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. ഒരേ വേദന തന്നെയാണ് നമ്മൾ രണ്ടുപേരും അനുഭവിക്കുന്നത്. എനിക്ക് നന്ദനെ കാണുന്നില്ല, മേഡത്തിനാണെങ്കിൽ മേഡത്തിൻ്റെ മോനെയും കാണാനില്ല. പക്ഷേ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് പരസ്പരം പരാതി കൊടുക്കുക എന്നതാണെന്ന് പറയുമ്പോൾ അരുന്ധതി പറയാണ്, എന്താ പറഞ്ഞേ? മനസ്സിലായില്ല. ദേവിക, അതെ, ഞാൻ എന്തായാലും നന്ദൻ്റെ കാര്യങ്ങളെ ചൊല്ലി പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും വലിയ കാര്യമില്ല. അതൊക്കെ ഞാൻ ചെയ്തത് പോലീസിനെ ശ്രദ്ധ മാറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് കേട്ട് അരുന്ധതി പറയാണ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ ദേവിക ഉദ്ദേശിക്കുന്നത്? ദേവിക, അതെ, ഋഷി എന്നെ കസ്റ്റഡിയിൽ വളരെ സേഫായി തന്നെ ഉണ്ട്. എസ്തപ്പാൻ ചേട്ടനാണ് അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എയർപോർട്ടിൽ വെച്ച് ഞങ്ങൾ അവനെ കടത്തി. ഇത് കേട്ട് അരുന്ധതി പറയാണ്, എന്താ നീ പറഞ്ഞേ? എൻ്റെ മോനെ തട്ടിക്കൊണ്ടുപോയെന്നോ? അതാണോ നീ ഉദ്ദേശിച്ചത്? ദേവിക, അതെ മേഡം, ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയി. അവനെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല കേട്ടോ. സേഫായിട്ട് ആരോഗ്യവനായി തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷേ വേണമെന്ന് പറഞ്ഞാൽ എസ്തപ്പൻ ചേട്ടന് ഒരു അടിയൊക്കെ കൊടുക്കും. അരുന്ധതി, ദേവിക, നീ എന്താ ഇപ്പോൾ പറഞ്ഞേ? എൻ്റെ മോനെ മര്യാദയ്ക്ക് പുറത്തു വിട്. ദേവിക, മേഡം മിണ്ടാതിരിക്കെ, തോക്കെടുക്കാനും വിരട്ടാനും നിൽക്കേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തെ ചെറുതായി കാണണ്ട. ഇത് കേട്ട എസ്തപ്പൻ പറയാണ്, മേഡം, എനിക്കൊരു കൊലപാതകം കൂടി ചെയ്യാൻ വയ്യ. അതുകൊണ്ട് മേഡം ദേവിക പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കേൾക്ക്. ദേവിക പറയാണ്, എനിക്ക് നന്ദനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി തരണം. നന്ദൻ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്കുപരി നിങ്ങളുടെ കൂട്ടാളികൾക്ക് അറിയാം. ആ കെവിനും ഇസബെല്ലേക്കും. അവരോട് ചോദിച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് തീരുമാനം അറിയിച്ചില്ലെങ്കിൽ ഋഷിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരും. പിന്നെ ഇതെങ്ങാനും പോലീസിൽ ചെന്ന് പരാതി കൊടുത്താൽ മറ്റു പലതുമായിരിക്കും സംഭവിക്കാൻ പോവുക. എന്തായാലും നിങ്ങൾ ഞങ്ങൾക്ക് തന്നതുപോലെ തിരിച്ചടി ഞങ്ങളും തരാൻ തീരുമാനിച്ചു. മേഡം എടുത്തുചാട്ടമൊന്നും കാണിക്കേണ്ട. അറിയാമല്ലോ, ഞങ്ങൾ എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. നന്ദനെ എത്രയും പെട്ടെന്ന് കിട്ടണം. അടുത്ത രംഗത്തിൽ ശാരികയും കെവിനും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. കെവിൻ പറയാണ്, എന്തിനെ ഇത്രയും പെട്ടെന്ന് വീട്ടിലറിയിച്ചതിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, കെവിനേട്ടൻ പിന്നെ എന്താ ഉദ്ദേശിച്ചത്? ശാരിക പറഞ്ഞു, ഇങ്ങനെ നടന്ന് പ്രണയിച്ചു കൊണ്ടിരുന്നാൽ മതിയോ? എങ്ങാനും വീട്ടിലറിയിക്കട്ടെ, ഏത് സമയത്താണെങ്കിലും. അല്ല, എന്തെങ്കിലും പ്രഷർ ഉണ്ടായോ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായോ വീട്ടിൽ അറിയിക്കാൻ മാത്രം? ഇത് കേട്ട് ശാരിക പറയാണ്, ഏയ്, ഞാൻ എന്തായാലും പറയാൻ തീരുമാനിച്ചു, പറഞ്ഞു. എന്തായാലും ദേവിക പെട്ടെന്ന് സമ്മതിച്ചല്ലോ. കെവിൻ പറയാണ്, ആരാ പറഞ്ഞു സമ്മതിച്ചെന്ന്? ഒരു തൃശ്ശൂർ പൂരം തന്നെ അവിടെ നടന്നു. ശാരിക, ഞാൻ ഇതൊന്ന് സമ്മതിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കെന്തായാലും കെവിൻ ചേട്ടനെ വേണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. കെവിൻ പറയാണ്, ശാരിക, എന്നാലും നീ ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയില്ല. ഇത് കേട്ട ശാരിക, ആ എങ്കിൽ മനസ്സിലാക്കിക്കോ. എത്രയും പെട്ടെന്ന് നമുക്ക് വിവാഹം നടത്തണം. നന്ദേട്ടനെ കണ്ടെത്തിയാൽ ഉടനെ. കെവിൻ പറയാണ്,
എന്നാലും നന്ദനെ ഇപ്പോൾ കാണാതായ സാഹചര്യത്തിൽ ഇത്ര പെട്ടെന്നൊരു തീരുമാനം എടുക്കുമ്പോൾ എന്നോട് കൂടി ഒന്ന് ചോദിക്കാമായിരുന്നു. ശാരിക: ഏയ്, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. പെട്ടെന്നാണ് ചോദിക്കുന്നത്. അല്ല, നന്ദനെക്കുറിച്ച് ഒരറിവുമില്ലല്ലോ. ഇത് കേട്ട് കെവിൻ പറഞ്ഞു, ഇല്ല. ശാരിക: പക്ഷേ ചേച്ചി ഇന്നലെ ഫോണിൽ ഋഷിയെക്കുറിച്ച് എന്തോ സംസാരിക്കുന്നത് കേട്ടു. കെവിൻ പറയാണ്, എന്താ ഋഷിയെക്കുറിച്ച് ദേവിക സംസാരിച്ചത്? ശാരിക: അതെന്താ കെവിനേട്ടാ, കെവിനേട്ടന് എന്തെങ്കിലും അറിയാമോ ഋഷിയെക്കുറിച്ച്? എന്തെങ്കിലും? കെവിൻ: ഏയ്, അറിയില്ല. പക്ഷെ ദേവിക എന്താ സംസാരിച്ചത്? ശാരിക: ഞാൻ പറഞ്ഞല്ലോ, ക്ലിയർ ആയിട്ടൊന്നും കേട്ടില്ല. ഈ സമയം കെവിൻ്റെ ഫോണിൽ ബെല്ലടിക്കുന്നു. വിളിക്കുന്നത് അരുന്ധതിയാണെന്ന് കണ്ട് കെവിൻ മാറി നിൽക്കുന്നു. കെവിൻ പറയാണ്, ഒരു മിനിറ്റ് ആൻറ്റി പറയൂ. അരുന്ധതി ഫോണിലൂടെ പറയാണ്, കെവിൻ ഇപ്പോൾ എവിടെയാ? എനിക്ക് എത്രയും പെട്ടെന്ന് ഒന്ന് കാണണം. കെവിൻ: ആൻറ്റി, ഞാനിപ്പോൾ ഒരു പ്രത്യേക മീറ്റിങ്ങിലാണ്. പ്രധാനപ്പെട്ട മീറ്റിങ്ങിലായതുകൊണ്ട് ഇപ്പോൾ കാണാൻ പറ്റില്ല. ശാരിക: അല്ല കെവിനേട്ടാ, ആരാ വിളിച്ചത്? കെവിൻ പറയാണ്, അത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഫ്രണ്ടിനെയാണ് ആൻറ്റി എന്ന് വിളിക്കുന്നത്? ശാരിക ചോദിച്ചു. കെവിൻ പറയാണ്, എൻ്റെ ശാരി, നിനക്ക് ഇത്രയും ഡൗട്ടോ? കുറച്ച് വയസ്സായ ഫ്രണ്ടാണ്, അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്. വേണമെങ്കിൽ ഫോൺ നോക്കിക്കോ. ഇത് കേട്ട് ശാരിക പറയാണ്, എങ്കിൽ ആ ഫോണിങ് തന്നെ. ഫോൺ വാങ്ങി നോക്കുന്നു. ഇതെന്താ, അരുന്ധതിയാണോ കെവിനേട്ടൻ്റെ ഫ്രണ്ട്? കെവിൻ: അല്ല, കമ്പനിയുടെ ലീഗൽ അഡ്വൈസറാണ്. ശാരിക പറയാണ്, ഓ, അതങ്ങോട്ട് പറഞ്ഞാൽ പോരെ, ഞാൻ എന്തിനാ വെറുതെ കെവിനേട്ടനെ സംശയിക്കുന്നത്? എന്നാൽ കെവിൻ തിരിഞ്ഞു നിൽക്കുമ്പോൾ ശാരിക ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. അടുത്ത രംഗത്തിൽ ദേവികയും എസ്തപ്പാനും മുരളിയും ഏലിയമ്മയും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. മുരളി പറയാണ്, എന്തായാലും ഈ നീക്കം നല്ല നീക്കമാണ്. ഇതുകൊണ്ട് വല്ല നേട്ടങ്ങളും ഉണ്ടാകുമോ? ദേവിക: ഉണ്ടാകും മുരളിയേട്ടാ, ഉറപ്പാണ്. ഉറപ്പായിട്ടും നമുക്ക് നന്ദുവിനെ കണ്ടെത്താനായിട്ട് പറ്റും. ഇവർക്കിടയിലുള്ള രഹസ്യങ്ങൾ നമ്മൾ അറിഞ്ഞു. ഇനി അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പക്ഷേ അരുന്ധതി മേഡത്തെ സൂക്ഷിക്കണം. ഇവിടേക്ക് വീണ്ടും ആളുകളെ വിടും. കാരണം അവരെ എനിക്ക് നന്നായിട്ടറിയാം. ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നേടിയെടുക്കാൻ വേണ്ടി ഇവർ എന്തും ചെയ്യും. അതുകൊണ്ട് എസ്തപ്പാൻ ചേട്ടനും ഏലിയമ്മച്ചിയും സൂക്ഷിക്കണം. ഇത് കേട്ട് എസ്തപ്പാൻ പറയാണ്, മോളെ, ഒരിക്കൽ കൂടി അവർ ഇങ്ങോട്ട് വന്നോട്ടെ. ഞാൻ എല്ലാത്തിനെയും മാറ്റി ഓടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഒരു കുറ്റബോധം കൊണ്ട് ഞാൻ നീറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടാണല്ലോ നന്ദൻ സാറിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയത്. ഇത് കേട്ട ദേവിക പറയാണ്, അങ്ങനെ ഒറ്റയ്ക്ക് എല്ലാ കുറ്റവും തലയിലെടുത്തിടാൻ നിൽക്കേണ്ട. എന്തായാലും അത് അങ്ങനെയൊക്കെ സംഭവിക്കേണ്ടതായിരുന്നു. ഇത് കേട്ട ഏലിയമ്മ പറയാണ്, നന്ദൻ സാർ ഇവിടെ നിന്നും പോയതിനു ശേഷം ഇത് തന്നെയാണ് എസ്തപ്പൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അടുത്ത രംഗത്തിൽ അരുന്ധതിയും ഇസബെല്ലയും കെവിനും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. ഇസബെല്ല പറയാണ്, ഓ, മേഡമാണോ? വീണ്ടും വന്നോ? പഴയ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണോ? അരുന്ധതി പറഞ്ഞു, നന്ദൻ എവിടെടി? നന്ദൻ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഇസബെല്ല: ഇതിപ്പോ നന്നായി, നല്ല നാടകം തന്നെ. ആദ്യം മേഡത്തിന്റെ മോൻ ഋഷി എവിടെ എന്നായിരുന്നു ചോദിച്ചിരുന്നത്. ഇപ്പോൾ ഇതാ നന്ദൻ എവിടെയെന്ന്. ഞാൻ എന്താ ചെയ്യേണ്ടത്? മേഡത്തിന് ഇപ്പോൾ എന്ത് സത്യമാണ് അറിയേണ്ടത്? അരുന്ധതി പറയാണ്, ദേ, എൻ്റെ മുന്നിൽ നിങ്ങൾ നാടകം കളിക്കേണ്ട. ഇത് കേട്ട കെവിൻ പറയാണ്, ഇതെന്തൊരു ബുദ്ധിമുട്ടാണ്. ആദ്യം ഋഷിമോനെ കാണുന്നില്ല എന്ന് പറഞ്ഞു, ഇപ്പോൾ നന്ദനെ കാണുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് തീരെ പറ്റുന്നില്ല കേട്ടോ മേഡം. മേഡത്തിനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? ആൻറ്റി സത്യമായിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് അറിയില്ല. ഇസബെല്ല പറയാണ്, പിന്നെ ആൻറ്റിയുടെ മോനായിരുന്നു നന്ദനോട് ഏറ്റവും കൂടുതൽ ദേഷ്യം. ഞങ്ങൾ ഒരിക്കലും നന്ദനെ ശത്രുവായി കണ്ടിരുന്നില്ല. പക്ഷേ ഋഷി, അവൻ നന്ദനെ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് കേട്ട അരുന്ധതി പറയാണ്, ദേ, നീ കൂടുതൽ കിടന്ന് നാടകം കളിക്കാൻ നിൽക്കേണ്ട. അരുന്ധതിക്ക് ഭൂമിയിൽ കാൽവെച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ആരുടെയും സഹായം വേണ്ട. നിന്നെപ്പോലെ നിന്റെ പാപ്പനോ ചെറിയച്ഛനോ ആരും വേണ്ട. നന്ദൻ എവിടെയെന്ന് മേഡത്തിന് ഋഷിയോട് പോയി ചോദിക്കുമെന്ന് ഇസബെല്ല പറയുന്നു. ഇത് കേട്ട അരുന്ധതി ദേഷ്യത്തോടെ ഇസബെല്ലയുടെ കഴുത്തിന് പിടിച്ചുകൊണ്ട് പറയാണ്, എടി, നീ എന്താ ഇപ്പോൾ പറഞ്ഞേ? കെവിൻ പിടിച്ചു മാറ്റിക്കൊണ്ട് പറയാണ്, മേഡം എന്താ ഈ ചെയ്യുന്നത്? ഒന്ന് വിട്. ദേ, മേഡത്തിനോട് ഞങ്ങൾക്കൊരു ബഹുമാനമുണ്ട്. നല്ലൊരു കമ്പനിയുടെ ലീഡറാണ് മേഡം. മാത്രമല്ല ഋഷിയുടെ അമ്മയും. അതുകൊണ്ട് ഞങ്ങൾക്ക് മേഡത്തിനോടുള്ള ബഹുമാനം വെച്ച് പറയുകയാണ്. ഞങ്ങൾക്ക് അറിയില്ല ഋഷി എവിടെയാണെന്ന്, നന്ദൻ എവിടെയാണെന്ന് ഞങ്ങളും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട അരുന്ധതി പറയാണ്, ഈ പറയുന്നത് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.